ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വർക്കിനിറങ്ങുകയാണ്. ഒരു 4-5 ദിവസമായിട്ടുണ്ടാവും നമ്മൾ ഊബർ ഓണാക്കിയിട്ട്. അപ്പോൾ അപ്ഡേഷൻ ഉണ്ടോ നോക്കി നോക്കാം നമുക്ക്. അപ്ഡേഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് നമുക്ക് ഓണാക്കാം. നമുക്ക് യാത്രി റാപ്പിഡൊക്കെ അപ്ഡേഷൻ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. യാത്രയിൽ അപ്ഡേഷൻ അല്ല, യാത്രയിൽ അപ്ഡേഷൻ എപ്പോഴേലൊക്കെ വരലുള്ളൂ. ഇനി റാപ്പിഡ് എന്താ അവസ്ഥ എന്നാവും. റാപ്പിഡോയും അതെ, റാപ്പിഡോ ക്യാപ്റ്റൻ ആണ് മതി. അപ്ഡേറ്റ് ഉണ്ട്. റാപ്പിഡോ യാത്രി അപ്ഡേഷൻ യാത്രി അപ്ഡേഷൻ വല്ലപ്പോഴേക്ക് വരുള്ളൂ. ഇനി യാത്ര നമ്മൾ ഓണാക്കണമില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം 2 മണിക്കൂറോളം ഓണാക്കി വെക്കാം. നമുക്ക് ഫോൺ പെട്ടെന്ന് ചൂടാവണം യാത്ര ഓണാക്കിയിട്ട്. റാപ്പിഡോ ഊബറിന് വല്ലാണ്ട് പ്രശ്നമില്ല, റാപ്പിഡോയും പ്രശ്നമില്ല. യാത്ര ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഏതൊരു ബ്രോ ഇവിടെ ഒരു ഓട്ടം ഉണ്ടോ എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആരാന്നറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പെരുന്നാളിൻ്റെ ലീവിന് പോയിക്കായിരുന്നു. ഇപ്പോഴാണ് ഓണാക്കുന്നത്. വണ്ടിൻ്റെ റണ്ണിങ് ടൈം കഴിഞ്ഞ് നമുക്ക് വണ്ടി എടുത്ത് നോക്കാം. ഊബറെല്ലാം ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഊബർ, യാത്രി, റാപ്പിഡോ എല്ലാം ഓണാക്കിയിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ മെയിൻ ലൊക്കേഷനിലേക്ക്. ഇവിടുന്ന് 100 മീറ്റർ അപ്പുറത്ത് തന്നെയാണ് ഇവിടുന്ന് റേറ്റ് ഇറങ്ങിയാൽ. പിന്നെ യാത്ര നമ്മൾ ഫോൺ ജസ്റ്റ് ഒന്ന് ചൂടായാൽ അപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആക്കി ഇടും. യാത്ര ഓണാക്കിയിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പോൾ ഒരു ദിവസം 1-2 അടിയണില്ല, ഒന്നൊക്കെ അടിയണുള്ളൂ. അപ്പോൾ യാത്ര ഫോൺ ചൂടാകുമ്പോൾ അപ്പോൾ ഓഫ് ചെയ്തിടും. റാപ്പിഡോ ഊബർ അവിടെ കിടക്കട്ടെ. റാപ്പിഡോയിൽ അത്യാവശ്യം ഓട്ടം വരുന്നുണ്ടെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടി നിർത്തണ്ട, നമുക്ക് കുറച്ച് നേരെ കയറ്റി നിർത്താം. നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഊബർ ടീ ബ്രേക്കിൽ ഇട്ടിരിക്കുകയാണ്. പിന്നെ 400 സംതിങ് ഫെയർ കണ്ട്. എവിടേക്കാന്ന് നോക്കിയില്ല. എവിടേക്കാണെങ്കിലും ഞാൻ വണ്ടിൻ്റെ വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കിയിട്ട് കുറേ കൊതുക് കയറി ഇവിടെ നിർത്തിയിട്ടുണ്ട്. പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കട്ടെ, എവിടേക്കാന്നറിയില്ല. 400 സംതിങ് ആണ് ഫെയർ കണ്ടത്. എയർപോർട്ടാണോ എന്ന് ഡൗട്ടുണ്ട്. പക്ഷേ എയർപോർട്ടിലേക്ക് ഇതിലാറ് കിട്ടാറുണ്ട്. അയ്യോ, നമ്മൾ നിൽക്കുന്ന ബാക്കിൽ തന്നെ ആയിരുന്നു. നമുക്ക് ഏതായാലും ഇവിടെ റിവേഴ്സ് ഇട്ടിട്ട്, ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, ഇവിടെ റിവേഴ്സ് ഇട്ടിട്ട് അങ്ങോട്ട് തന്നെ പോവാം. അപ്പോൾ ഏതായാലും ശരി, 150 മീറ്റർ ഉള്ളൂ. ആളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അത് നമുക്ക് എയർപോർട്ടിലേക്കായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. 452 രൂപ നമുക്കതിൽ കിട്ടി. ഊബർ പിന്നെ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമല്ല. നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മളിവിടെ നിൽക്കലുണ്ട് ഇതിൻ്റെ അകത്ത്. ചിലപ്പോൾ പെട്ടെന്ന് അടിക്കും, സ്പോട്ടിൽ അടിക്കുന്ന ട്രിപ്പ് അടിക്കും. അപ്പോൾ നമ്മൾ ഊബറിലല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രിപ്പ് അടിക്കാൻ വളരെ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ നേരെ പുറത്തിറങ്ങാണ്. പുറത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ 100 രൂപ പോകും നമ്മളെ ഇതിൽ നിന്ന്. ഇവിടെ പാർക്കിംഗ് ഫീസായിട്ട് ഇവരെ ടോളിൽ നിന്ന് എടുക്കും. 10 മിനിറ്റിൽ 60 രൂപ എടുക്കുള്ളൂ. അപ്പോൾ ഏതായാലും പുറത്തിറങ്ങട്ടെ. പുറത്ത് നമ്മളൊരു ഫ്രണ്ട് രാത്രി വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ആളൊന്ന് വിളിച്ചു നോക്കട്ടെ. ചാലക്കുടിയിലുള്ള വിഷ്ണു പറഞ്ഞിട്ടുള്ള ആള്. അപ്പോൾ ആളൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ ഏതായാലും പുറത്തിറങ്ങിയിട്ട് കാണാം. അവനിവിടെ പമ്പിലുണ്ട് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 130 ക്യൂ ഉണ്ട്. 130 കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്പ് അടിയുള്ളൂ. അതിന് മുമ്പ് വല്ല റഡാർ ട്രിപ്പ് വന്നാൽ അതാവും. പിന്നെ നമുക്ക് വേറൊരു സന്തോഷമുള്ള കാര്യം ഉണ്ടായി. നമ്മളെ വണ്ടിക്ക് കയറിയ കസ്റ്റമർ 2 ചെറിയ ചെക്കന്മാർ, അവർ ചെന്നൈയിലേക്ക് പോവാണ്. അപ്പോൾ അവരിനോട് പറഞ്ഞ്, ബ്രോ 2 പഴം കഴിച്ചോട്ടെ പറഞ്ഞു. അതിനെന്താ കഴിച്ചോ. അല്ല, ഇത്ര വൃത്തിയുള്ള ക്യാബ് ആയതുകൊണ്ട് ചോദിച്ചാണ്. ആദ്യമായിട്ടാണ് ഇത്ര വൃത്തിയുള്ള ക്യാബ് കിട്ടണമെന്നൊക്കെ പറഞ്ഞേ. നമ്മളൊന്ന് സുഖിപ്പിച്ച് സെക്യൂരിറ്റിക്കാരൻ പോകാൻ പറയേണ്ടത്. ഇതാണ് നമ്മളെ വിഷ്ണു, ചാലക്കുടി വിഷ്ണു ചാലക്കുടി അല്ലേ. അജിത്ത് ഫോട്ടോ വെച്ചിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആള് ഇവിടെ വന്നിട്ടുണ്ട്. ആള് എത്ര രൂപയ്ക്ക് കൂടി കാട്ടി കൊടുക്കട്ടെ? വല്ല വിരോധം ഉണ്ടോ?
ഓ മൈ ഗോഡ്, സീറോ. റാപ്പിഡോ സീറോ. ഊബർ 1000 രൂപ കൂടിയിരിക്കണം നമ്മളെ ചായക്കടക്കാരൻ. ക്യൂ ഇനി ഒരു 95-100 വണ്ടിയും കൂടി ഉണ്ട് ക്യൂവില്. നമ്മള് വെയില് നല്ല അതിശക്തമായിട്ട് വെയിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു മരത്തിന്റെ അടിയിൽ സ്പോട്ട് ഉണ്ട്, അവിടെ പോയിടട്ടെ. മറ്റു രണ്ടാളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് നമ്മളൊരു ഗ്രൂപ്പിലൊരു ബ്രേക്ക് ബാറ്ററി ഡൗൺ ആയിട്ട് ഒരാൾ മെസ്സേജ് അയച്ചു. അവിടെ പോയി തള്ളി റെഡിയാക്കി കഴിഞ്ഞ് ആള് ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളേതായാലും ആ മരത്തിന്റെ അടിയിൽ പോയിട്ട് അവിടെ വണ്ടി കൊണ്ടിടട്ടെ. മറ്റവനോട് ഇറങ്ങിയിട്ട് അവന്റെ വണ്ടി എടുക്കുന്നുണ്ട്. അജിത്ത് ഫോട്ടോ വെച്ച്. വേറൊരു സുഹൃത്തും പാടെ വന്നിട്ടുണ്ട്, അജിത്ത്. ഇതാണ് ആള്, അജിത്ത്. ഏതായാലും മരത്തിന്റെ അവിടെ കൊണ്ടിടട്ടെ. അജിത്ത് ഫോട്ടോ വെച്ച്. ഓക്കെ, ഇനി വാങ്ങണ മരത്തിന്റെ അടുക്കുക. അങ്ങനെ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് 20 കിലോമീറ്ററിൽ ഒരു മാളിലേക്ക്. ഒരു റെബേക്കയാണ് ട്രിപ്പ് അടിച്ചത്. എയർപോർട്ടിനകത്തല്ല, ഇവിടെ പുറത്ത് തന്നെയാണ്. ഇവിടെ ഒരു ഫെഡറൽ ബാങ്ക് ഉണ്ട്, അവിടെ നിന്നാണ് അടിച്ചിട്ടുള്ളത്. 520 രൂപ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ 20 കിലോമീറ്റർ, 1 കിലോമീറ്ററിന് 26 രൂപ വെച്ചിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏതായാലും എടുത്തിട്ടുണ്ട്. മാച്ച് ട്രിപ്പായിരുന്നു. ആളിവിടെ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ ഈ ഫെഡറൽ ബാങ്കിൻ്റെ അവിടെ. ഏതായാലും ആളെ പിക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ എടപ്പള്ളിൽ എത്തിയിട്ടുണ്ട്. 496 രൂപയാണ് നമുക്കതിൽ കിട്ടിയത്. അത് 21 കിലോമീറ്റർ നമ്മൾ ഓടി. 21 കിലോമീറ്റർ ഓടി 36 മിനിറ്റ് കൊണ്ട്. അപ്പോൾ ഞാനേതായാലും അതൊരു റെബേക്ക ആയിരുന്നു, ജർമ്മനിയിലുള്ള. അപ്പോൾ ആളിങ്ങനെ സംസാരിച്ച് കമ്പനിയായി പോന്ന്. അപ്പോൾ ഒരു 2:30 ആകുമ്പോൾ തിരിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ നമ്പറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. 2:30 വരെയൊക്കെ ഈ ഒരു പരിസരത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈനായിട്ട് വീണ്ടും എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. എയർപോർട്ടിൻ്റെ പുറത്തൊരു മാരിയറ്റ് ഹോട്ടലുണ്ട്, അവിടെയാണ് ആൾ താമസിക്കുന്നത്. അപ്പോൾ ഏതായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ. 2 ലോക്കലൊക്കെ കിട്ടിയാൽ ഭാഗ്യം ഈ പരിസരത്ത് കൂടി. നമുക്ക് വീണ്ടും ആ ട്രിപ്പിനടുത്ത് പോവാം. 500 റുപ്യാണ് നമുക്ക് ഊബറിൽ കിട്ടിയത്. ടോട്ടൽ 740 രൂപ ഉണ്ട്. അപ്പോൾ അത് ഓഫ്ലൈനായിട്ട് പോയാൽ 740 മുഴുവനായിട്ട് കിട്ടും നമുക്ക്. ഏതായാലും എന്താ നോക്കി നോക്കാം. നമുക്ക് വേറെ ട്രിപ്പ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 2:30 വരെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും ട്രിപ്പ് അടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി ട്രിപ്പ് അടിച്ചാലും ഈ ഒരു പരിസരത്തുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും എടുത്ത് പോവാം. നമ്മളിപ്പോൾ പാലാരിവട്ടം എത്തിയിട്ടുണ്ട്. പാലാരിവട്ടം എയർടെൽ സ്റ്റോറിലേക്കൊരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ 125 രൂപയുടെ ട്രിപ്പാണ്. പിന്നെ കുഴപ്പമില്ല, 621 ടോട്ടലായിട്ടുണ്ട്. ഇനി ഒരു ചെറിയ 1 ലോക്കലൊക്കെ ഓടാനേ സമയമുള്ളൂ. 1:07 മറ്റേ എയർപോർട്ട് ട്രിപ്പ് നമുക്ക് കിട്ടിയാൽ നല്ലതായിരിക്കും. ഒരു ചെറിയ ലോക്കലും പാടെ കിട്ടിയാൽ വല്ല ഓഫ്ലൈൻ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. നമുക്ക് ഇവിടെ ഒരു പള്ളി ഉണ്ട്. ഇവിടെ ഈ പാടിയോട്ടത്ത് ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. ഇപ്പം നമ്മുടെ കണ്ട റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലായിരുന്നു. നമ്മൾ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാവാറുണ്ട് പാർക്ക് ചെയ്യാൻ. അപ്പോൾ അതൊരു ഗേറ്റ് അടച്ചതായിട്ട് കണ്ട. അപ്പോൾ അത് ആ ഗ്രൗണ്ട് അല്ല. അപ്പോൾ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലയിലുണ്ട്, നല്ല മരങ്ങളൊക്കെ ഉണ്ട്. പുറത്തൊക്കെ നല്ല ചൂടാണ്. ഇനിയിപ്പോൾ തണൽ നോക്കി പോയാൽ കുറേ പോകേണ്ടി വരും. ഏതായാലും നമുക്ക് ആ പള്ളിയിലേക്ക് കയറ്റി നിർത്താം, ട്രിപ്പ് അടിക്കുമ്പോൾ പോവാം. ഇവിടെ ഞാൻ 1-2 തവണ നിർത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് തണലുണ്ട്. അവിടെ ഫ്രണ്ടിൽ ഒരു തണലുണ്ട്, വണ്ടിയുടെ ഇടയിൽ ഗ്യാപ്പുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നതും ഒരു മൂച്ചിൻ്റെ അടിയിലാണ്. അപ്പോൾ അവിടെ കയറുന്ന സമയത്ത് അവിടെ ഗേറ്റുമ്പോൾ പേ പാർക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവിടെ ആളൊന്നും കാണാനില്ല. ആളെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല എന്തെങ്കിലുമൊക്കെ നുണ പറഞ്ഞിട്ട് തട്ടി വിടാം. പിന്നെ ഇവിടെ ആദ്യം ഞാൻ 1-2 കയറിയിട്ടുണ്ട്. അപ്പോഴൊന്നും പേ പാർക്കിൻ്റെ സംഭവം ഉണ്ടായില്ല. ഇപ്പോൾ ചിലപ്പോൾ വേറെ കുറേ വണ്ടികൾ ഇതുപോലെ കയറിയിട്ടായിരിക്കും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവുക. എന്തായാലും ഇവിടെ ആളെ കാണാനൊന്നുമില്ല, സെക്യൂരിറ്റിനൊന്നും കാണാനില്ല. ആരെങ്കിലും വരുമ്പോൾ നമുക്ക് പോവാം. നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. വർഷ എന്നാണ് പേര്. എവിടേക്ക സ്ഥലം നോക്കിയില്ല. 255 കിലോ ക്യാഷ് ഉണ്ട് നമുക്ക് ഏണിങ്സ് ആയിട്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല. അതായത് ആ ട്രിപ്പ് കഴിഞ്ഞ് ഓഫ്ലൈൻ ആക്കിയിട്ട് നമുക്ക് എടപ്പള്ളിക്ക് തന്നെ വരാം. അതായിരിക്കും നല്ലത്. ഒരു 16-10 കിലോമീറ്ററിൻ്റെ അപ്പുറം ആയിരിക്കും ഡ്രോപ്പ് ഉണ്ടാവുക. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അവിടെ പോയി യൂട്ടേൺ അടിച്ചിട്ട് വേണം റൈറ്റിലേക്ക് തന്നെ പോകണം നമുക്ക്. ഏതായാലും ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ആ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ ഇവിടെ തേവരയിലുള്ളൊരു സ്കൂളുണ്ട്. ഇവിടെ ആ സ്കൂളിലേക്കാണ് 255 ഫെയർ ഉണ്ടായിരുന്നത്. അപ്പോൾ 260 തന്നിട്ടുണ്ട്. അപ്പോൾ ഊബറിൽ ഞാൻ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്, ലുലു മാളിലേക്ക് ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്.
ഇനിയിപ്പോൾ സമയം 1:48 അപ്പോൾ ഇനിയിപ്പോൾ 2:30 ആകുമ്പോഴാണ് മറ്റേ ആളെ പിക്കപ്പ് ഉള്ളത്. അപ്പോൾ നമുക്ക് വെല്ലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വെല്ലം ഇങ്ങനെ നീങ്ങുക, വല്ല ട്രിപ്പ് അടിച്ചാൽ അടിയട്ടെ. റാപ്പിഡോയിലും യാത്രയിലും നമുക്ക് ഡെസ്റ്റിനേഷൻ ഇട്ട് വെക്കാം, ഇനി അഥവാ കിട്ടിയാലോ. അപ്പോൾ ഏതായാലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ട് വണ്ടി എടുക്കട്ടെ. നമ്മളെന്തായാലും വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ ഇത് തേവര ഫെറി ടു മരട് പാലാണ്. ലുലുമാൾക്ക് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ 1:59 2 മണിയായി. ഇനി 6 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ വെല്ലം ഇങ്ങനെ തെറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കണക്ക് കൂട്ടി നോക്കി, ഇവിടുന്ന് 12 കിലോമീറ്ററാണ് ലുലുമാളിലേക്കുള്ളത്, അവിടുന്ന് 22 കിലോമീറ്ററും, മൊത്തം 34 കിലോമീറ്റർ നമുക്ക് റണ്ണിങ് ഉണ്ട് കിലോമീറ്റർ. അപ്പോൾ ഞാൻ കണക്ക് കൂട്ടി നോക്കി 740 വെച്ച് നോക്കിയപ്പോൾ കിലോമീറ്ററിന് 21 രൂപ വെച്ചിട്ട് കിലോമീറ്ററിനുണ്ട്. നഷ്ടമൊന്നുമില്ല നമുക്ക്. പിന്നെ ഊബറിൽ നമുക്ക് ചില സമയങ്ങളിൽ ഇതും കിട്ടാതെ നമ്മൾ ഓർഡർ ഇട്ട്. അപ്പോൾ ഈ വെയിലത്ത് ഇങ്ങനെ വെറുതെ ഏസിട്ടിരിക്കണ കാറല്ലേ, പോവാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കണം. ഏതായാലും ലുലുമാളത്തല്ലേ, ആളെ പിക്ക് ചെയ്തിട്ട് നമ്മൾ രാവിലെ നിന്നപ്പോൾ 2 കൂട്ടുകാരുണ്ടായിരുന്നു നമ്മളവിടെ. ഒന്ന് വിഷ്ണു, പിന്നെ അജിത്തും. അതിൽ വിഷ്ണുവിന് പെരുമ്പാവൂർ ട്രിപ്പ് അടിച്ച് പോയി. അജിത്ത് അവിടെ ഉണ്ട്, അവൻ്റെത് 20 ക്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വന്നിട്ട് ചിലപ്പോൾ നമ്മൾ വരുമ്പോൾ അവിടെ ഉണ്ടാവില്ല, എന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് അടിച്ചിട്ട് ആൾ പോകും. 20 അല്ലേ. ഏതായാലും നമുക്ക് പിന്നെ 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഫ്ലൈറ്റുകൾ ഇറങ്ങുള്ളൂ. ഒരു ട്രിപ്പും പാട്ട് എടുത്തിട്ട് ഇന്നത്തെ പരിപാടി ക്ലോസ് ചെയ്യേണ്ടി വരും. ഏതായാലും അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കാം, ഫുഡൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഏതായാലും ആളെ പിക്ക് ചെയ്യട്ടെ, ആളെ ഒന്ന് വിളിച്ച് നോക്കണം. അപ്പോൾ നമ്മളിവിടെ എടപ്പള്ളി സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. അവിടെ മെട്രോ സ്റ്റേഷൻ കാണുന്നുണ്ടോ? എടപ്പള്ളി സിഗ്നലിൻ്റെ അടുത്താണ്. കുറച്ച് മുമ്പായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ ചെയ്തിട്ട് ട്രിപ്പ്. കാരണം മറ്റേ ലുലുമാളിൽ അവിടെ പാർക്കിംഗ് ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ അവിടെ തൊള്ളിയും പൊളിച്ച് നിൽക്കേണ്ടി വരും. അപ്പോൾ അതിലേറെ ഉള്ളത് കൺഫേം ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ സൈഡാക്കിക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിളൊക്കെ നോക്കിയിട്ട് എങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്തൊക്കെ പറഞ്ഞിരിക്കണം. ഓക്കെ എന്ന് പറഞ്ഞ് 25 മിനിറ്റ് കൊണ്ട് പുറത്തിറങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇനി ഇറങ്ങിയിട്ട് പറയട്ടെ. അപ്പോൾ എന്നിട്ട് ആളെ പിക്കാൻ പോകണം. അപ്പോൾ ഒരു കടൻ്റെ അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. ആള് ചീത്ത പറയുന്നത് വരെ നമുക്കിവിടെ നിൽക്കാം. 25 മിനിറ്റോളം കൂടെ എവിടെയൊക്കെ തൊള്ളിയും പൊളിച്ച് നിൽക്കാം. അല്ലെങ്കിൽ അവിടെ നമ്മൾ അറിയുന്ന ഒരു കട ഉണ്ട്, അവിടെ പോയിട്ട് ഒരു വെള്ളം കുടിച്ച് നിൽക്കാം. അപ്പോൾ എന്തായാലും ഐ എം റെഡി എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് വാട്സപ്പിൽ. ആളെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ രാത്രി നിർത്തണം. അപ്പോൾ ഇതിന് 7 മണിക്കൂറുണ്ട്. ഒരു അരമണിക്കൂർ കൊണ്ട് എയർപോർട്ട് എത്തിയാൽ പിന്നെ ഒരു 7 മണിക്കൂറുണ്ട്. അതിൻ്റെ ഇടയ്ക്കൊരു 700 റുപ്യേൻ്റെ ഒരു പനമ്പള്ളി ട്രിപ്പ് എന്തെങ്കിലുമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ 2 സംതിങ് ആവും. ഇപ്പോൾ ഞാൻ കണക്ക് കൂട്ടുമ്പോൾ 2000-അടുത്ത് ഓടിയിട്ടുണ്ട്, 2000 റുപ്യക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആളെ പിക്ക് ചെയ്തിട്ട് പോയിട്ട്. അപ്പോൾ നമ്മളിവിടെ എയർപോർട്ടിലെത്തി. ഇതിൻ്റെ ബാക്കിലാണ് കൊച്ചിൻ മാരിയറ്റ് ഹോട്ടൽ, കോട്ടയാട് എന്ന് പറയും. അപ്പോൾ 740 അങ്ങോട്ടുള്ളത്, ഇങ്ങോട്ട് 800 തന്നിട്ടുണ്ട്. ഒരു ദിവസം റൂമിന് എത്ര റേറ്റ് ചോദിച്ചപ്പോൾ ആൾ പറയാം 8000 സംതിങ്. ആള് ഇന്ത്യൻ റുപ്പി അറിയില്ല, കൺവേർട്ട് ചെയ്തിട്ട് കാട്ടി തന്നെ എനിക്ക് 8000 സംതിങ് ഉണ്ട് ഒരു ദിവസം, ഫുഡൊന്നും ഇൻക്ലൂഡിങ് അല്ലാണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവരെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞു. 800 രൂപയും വാങ്ങി. CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അത്താണിക്ക് CNG പമ്പ് ഉണ്ട്, അവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. അവിടെ 4-5 വണ്ടികളുണ്ട്. ഇനി ലൈറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പോന്ന്. അപ്പോൾ ഇനി ട്രിപ്പ് അടിക്കുമ്പോൾ ടൗൺ ഭാഗത്തേക്കായാൽ കഴിച്ചിലാവും. നമ്മൾ ആലുവ സൈഡിൽ നിന്ന് നമുക്ക് അടിക്കാം, പുളിഞ്ചോട് ഭാഗത്തുനിന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ആ പെരുമ്പാവൂർ ഭാഗത്തേക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പോൾ നേരത്തെ ഒരാൾ എയർപോർട്ടിനകത്തുണ്ട്, ഒരാൾ പെരുമ്പാവൂർ സൈഡിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മറ്റാൾക്ക് ഇപ്പോൾ ട്രിപ്പ് അടിക്കും. എന്നോട് അകത്തേക്ക് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും വണ്ടി ഇവിടെ പുറത്തേ ഇടുന്നുള്ളൂ. ഇനിയിപ്പോഴൊന്നും ഫ്ലൈറ്റ് ഇല്ല. 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1 മണിക്കൂറിനെ നമുക്ക് അവൈലബിൾ ഉള്ളൂ. കഴിഞ്ഞാൽ വീണ്ടും പൈസ കട്ടാവും. അപ്പോൾ പിന്നെ ഫ്ലൈറ്റ് ആളും കുറവാണ്. അപ്പോൾ പുറത്തിട്ടിട്ട് ആളടുത്തേക്ക് നടന്ന് പോകും ഞാൻ ചിലപ്പോൾ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കും. നല്ല മഴ വരുന്നുണ്ട്, പിന്നെ ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ വരാൻ പറ്റില്ല. എന്തായാലും ഒരു കുട ഉണ്ട് വണ്ടിയിൽ. അപ്പോൾ ഒരു കുട എടുത്തിട്ട് നേരെ അവൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത ട്രിപ്പ് അടിക്കുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ കാത്തുനിന്ന് നമുക്കൊരു രശ്മിനെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഡൊമസ്റ്റിക്കിൽ പില്ലർ 30 നിൽക്കുന്നുണ്ട്. ആളിവിടെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഹെഡ് കാണുന്നുണ്ട്.
അപ്പോൾ ഏതായാലും CNG ഇല്ല, പെട്രോളും ഇല്ല, രണ്ടും വാണിംഗ് ലൈറ്റ് എത്തിയിട്ടുണ്ട്. 500 സംതിങ് ഉണ്ട് ക്യാഷ്. എടപ്പള്ളിക്കാണ്. ഏതായാലും ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും ക്ലോസ് ചെയ്ത്, അത് എടപ്പള്ളി തന്നെ ആയിരുന്നു. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്. ടോട്ടൽ 1127 ഊബറിൽ 505 രൂപയാണ് നമുക്ക് കിട്ടിയത്. 5:46 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 6:39 നമ്മൾ അതിനെടുത്തത് 45 മിനിറ്റ്. CNG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുളിഞ്ചോടുന്ന് അടിക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കമ്പനി ആയിട്ട് അവരോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് പെട്രോൾ പമ്പ് കയറുന്ന പറഞ്ഞപ്പോൾ നിർബന്ധമാണോ, ഒരു ഘട്ടം ഉണ്ടല്ലേ, അപ്പോൾ 15 കിലോമീറ്റർ അപ്പോൾ പോകലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു മൈൻഡായി. പിന്നെ വേണ്ടാന്ന് എഴുതിയിട്ട് പിന്നെ പോന്നു. പിന്നെ നല്ല ബ്ലോക്ക്. പിന്നെ അവിടുന്ന് തന്നെ പെട്രോളിലേക്ക് ചാടി വണ്ടി. പിന്നെ പെട്രോൾ ഒരു ഘട്ടം ഉള്ളൂ. അപ്പോൾ പിന്നെ എടപ്പള്ളിന്ന് ഞാൻ പറഞ്ഞ് ഇനി വല്ല ബ്ലോക്കിലും പെട്ട് കഴിഞ്ഞാൽ അതിലേറെ പണിയാവും. അതുകൊണ്ട് പറഞ്ഞു കുറച്ച് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് പോകാറുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്രോൾ അടിച്ച് പോകുന്നത്. ഞാൻ കുറച്ച് സോപ്പിട്ടൊക്കെ കൊണ്ടുവരിക. ആളൊന്ന് ഒറ്റ ലേഡിയേ ഉള്ളൂ, ഒരു ലേഡിയാണ്. അപ്പോൾ ആൾക്കൊന്ന് പുറത്തിറങ്ങി നിന്നാൽ മതി CNG അടിക്കുമ്പോൾ. പെട്രോൾ തന്നെ അടിക്കണ്ട. CNG ഒന്നും കൂടി പറഞ്ഞിട്ടില്ല, പെട്രോൾ അടിക്കണ്ടെന്ന് പറഞ്ഞു. അടിക്കണ്ടെന്നല്ല, ഇങ്ങനെ കാര്യങ്ങൾ 2 ഘട്ടമുണ്ട്, 1 ഘട്ടമുണ്ട് കണ്ട. അപ്പോൾ അവിടെ എത്തും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അടുപ്പിച്ച് ഞാൻ ലഗേജൊക്കെ എയർപോർട്ടിൽ നിന്ന് എടുത്ത് വണ്ടിയൊക്കെ വെച്ച് കൊടുത്ത് ഇവിടെ വീടിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചു കൊടുത്തു പോകണം. പിന്നെ പോട്ടെ. ഞാൻ എന്തായാലും ഊബർ റിക്വസ്റ്റിൽ ഇട്ട് വെച്ചിക്കാണ്, ടീ ബ്രേക്കിൽ ഇട്ട് വെച്ചിക്കാണ്. CNG ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്രോളിൽ ഓടിയിട്ട് കാര്യമില്ല. ഈ ബ്ലോക്കിലൊക്കെ ചെറിയ ട്രിപ്പൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നഷ്ടമാവും. അപ്പോൾ ഏതായാലും ഇനി CNG അടിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ CNG അടിച്ച് പത്തരിപ്പാലം CNG പമ്പൊക്കെ ആകെ പൊളിച്ചിട്ടിരിക്കുകയാണ്. 695 രൂപക്ക് CNG അടിച്ചു. ഫുൾ ടാങ്ക് ട്രിപ്പ് ഇടട്ടെ. 0 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഓണാക്കുന്നുള്ളൂ. നമ്മൾ എയർപോർട്ടിലത്തെ വിഷ്ണു ഇവിടെ എവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, CNG അടിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ഇനി അവൻ്റെ കൂടെ കുറച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ചിലപ്പോഴേ ഓണാക്കുള്ളൂ. അങ്ങനെ നമ്മൾ രാത്രി 8:35 സമയമായി. ഊബറിൽ ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്, റാപ്പിഡോയിലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ട്. നമ്മളെ കൂടെ വിഷ്ണു ഉണ്ടായിരുന്നു. അവനിപ്പോൾ ഒരു 300 രൂപയുടെ ഒരു പെരുമ്പാവൂർ സൈഡിലേക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ആള് പോയി. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടെത്തിയിട്ട് ട്രിപ്പ് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് കാര്യങ്ങൾ ക്ലോസ് ചെയ്തു. വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല. ഡെസ്റ്റിനേഷൻ ഇട്ടൊക്കെ വെറുതെ. നമ്മൾ ഇന്ന് ഓടിയത് 707 രൂപക്ക് റാപ്പിഡോ ഓടി, 800 രൂപക്ക് പേഴ്സണൽ ട്രിപ്പ് ഓടി, 100 രൂപ നമുക്ക് ടിപ്പ് കിട്ടി. ഊബറിൽ 1127 രൂപക്കും 2734 രൂപക്കും നമ്മൾ ടോട്ടൽ ഓടി. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനി നാളെ പക്കലാം.